സംസ്ഥാന സർക്കാരും CPM-ഉം ULCC-യുമായി ചേർന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പൊതുമുതൽ കൊള്ളയിലെ പ്രധാന വിഭവ സമാഹരണ കേന്ദ്രങ്ങളിലൊന്നായി തിരുവമ്പാടി നിയോജകമണ്ഡലം മാറിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി മണ്ഡല പരിധിയിൽ ഏറ്റെടുത്ത പ്രവൃത്തികളെക്കുറിച്ചും കരാർ അവർക്ക് നൽകിയ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും പേയ്മെന്റിനെക്കുറിച്ചും ഉന്നതതല അന്വേഷണം വേണമെന്ന് തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിം, ജനറൽ സെക്രട്ടറി PG മുഹമ്മദ് എന്നിവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരും CPM-ഉം ULCC-യും ചേർന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പൊതുമുതൽ കൊള്ളയിൽ പ്രധാന വിഭവ സമാഹരണ കേന്ദ്രങ്ങളിൽ ഒന്നായി തിരുവമ്പാടി നിയോജകമണ്ഡലം മാറിയെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം. ഊരാളുങ്കൽ സൊസൈറ്റി മണ്ഡല പരിധിയിൽ ഏറ്റെടുത്ത പ്രവൃത്തികളെക്കുറിച്ചും കരാർ അവർക്ക് നൽകിയ നടപടിക്രമങ്ങളെക്കുറിച്ചും പേയ്മെൻറ്റിനെക്കുറിച്ചും ഉന്നതതല അന്വേഷണം വേണമെന്നും തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മലയോര മേഖലയിൽ കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ വരുന്ന റോഡിന് ആദ്യം 144 കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് കിഫ്ബി ടെൻഡർ ചെയ്തത്. ULCC ഏറ്റെടുത്ത പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് പിന്നീട് 221.9 കോടി രൂപയാക്കി റിവൈസ് ചെയ്ത് നൽകി. നേരത്തെ നിശ്ചയിച്ച അലൈൻമെൻറ്റിൽ നിന്ന് മാറി ബുദ്ധിമുട്ട് കൂടിയ പ്രദേശമായ ആനക്കല്ലുംപാറ, അകമ്പുഴ, താഴെ കക്കാടംപൊയിൽ വരെയുള്ള 7.5 കിലോമീറ്റർ ഒഴിവാക്കി 27 കിലോമീറ്റർ പണി പൂർത്തീകരിച്ച ULCC-ക്ക് കരാർ ചെയ്തത് പ്രകാരമുള്ള 144 കോടി സംഖ്യയ്ക്ക് പുറമെ 198.35 കോടി രൂപ ഉയർത്തി നൽകുകയും ചെയ്തു. DPR-ൽ പറഞ്ഞ 7.5 കിലോമീറ്റർ ഒഴിവാക്കിയിട്ടും വീണ്ടും 6.5 കോടി രൂപ വകയിരുത്തിയതിനെതിരെ ഓഡിറ്റൽ കൺട്രോൾ ജനറലിനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേസ് ഫയൽ സ്വീകരിച്ച് മുഴുവൻ എതിർകക്ഷികളോടും വിശദീകരണം നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടതാണെന്നും ഇതിനിടെയാണ് ലാഭക്കണ്ണോടെ 7.5 മീറ്റർ ഒഴിവാക്കിയ റോഡ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഉപയോഗിച്ച് നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം കോടികളുടെ വെട്ടിപ്പാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹത്തിന് ഒതുങ്ങി നിൽക്കുന്ന MLA-മാരുടെ മണ്ഡലത്തിൽ വിവിധ പദ്ധതികളുടെ പേരിൽ ഫണ്ട് വകയിരുത്തുകയും അത് യാതൊരു നിയമ സാധുതയും ഇല്ലാത്ത തരത്തിൽ വെട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവർക്ക് മാത്രമായി തീരെഴുതി കൊടുക്കുന്ന സാഹചര്യമുള്ളത്. ഒരു പദ്ധതിക്ക് തന്നെ ഒരു തവണ വെച്ച ഫണ്ട് വീണ്ടും എക്സ്ട്രായി വെച്ച് കൊടുക്കുകയും അതിന് ടെൻഡർ പോലും ഇല്ലാതെ അവർക്ക് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് കാണിക്കാൻ പറ്റും. മലയോര ഹൈവേയുടെ കാര്യത്തിൽ, അതുപോലെ കോട്ടമൊഴി പാലം. സൊസൈറ്റിയെ സഹായിക്കാൻ ബുദ്ധിമുട്ടേറിയ ഭാഗം ഒഴിവാക്കിയിട്ടും റോഡ് വരുന്നത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ പരാതി പരിഗണിക്കാതെ എസ്റ്റിമേറ്റ് തുക വീണ്ടും കൂട്ടി നൽകുകയും 183.77 ലക്ഷം രൂപ ULCC-ക്ക് പാർട്ട് പേയ്മെൻറ്റ് നൽകുകയും ചെയ്തിരിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ULCC-ക്ക് സൊസൈറ്റി എന്ന പരിരക്ഷയുടെ മറവിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. 4.5 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്ത കോട്ടമൊഴി പാലവും റോഡും നിർമ്മാണത്തിലിരിക്കെ 2 തവണ തകർന്നതാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണം. ഇതിൻ്റെ മറവിൽ ഈ പ്രവൃത്തിക്ക് വീണ്ടും 2.5 കോടി രൂപ കൂടി അനുവദിക്കുകയും ടെൻഡർ പോലും ചെയ്യാതെ ULCC-ക്ക് തന്നെ നൽകുകയും ചെയ്തു. സർക്കാർ നൽകുന്ന പരിരക്ഷയുടെ മറവിൽ ഏറ്റെടുത്ത കോട്ടമൊഴി പ്രവൃത്തിയടക്കം സ്വകാര്യ ഏജൻസികൾക്കും വ്യക്തികൾക്കും മറിച്ചു നൽകി ലാഭം പാർട്ടിക്കും MLA-ക്കും ഓഹരി വയ്ക്കുന്ന സൊസൈറ്റിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അന്വേഷണം കൊണ്ടുവരണമെന്നും മണ്ഡലം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2 തവണയാണ് അവർ അതിൻ്റെ നിർമ്മാണത്തിൽ അപാകത കാരണം അത് തകർന്നു വീണിട്ടുള്ളത്. ഏതാണ്ട് 4 വർഷത്തോളമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കോടികളാണ് അതിൻ്റെ പേരിൽ അവർ വെട്ടിപ്പ് നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പതിച്ചു നൽകുകയും അവർ പ്രവൃത്തിയെടുക്കുന്നതിന് പകരം അവരിത് മേൽവാടക നോക്കുകൂലി വാങ്ങിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക്, മറ്റ് കരാറുകാർക്ക് നൽകുകയും ചെയ്യുന്നു. പൊതുമുതൽ അപഹരിക്കുന്ന കൊള്ളസംഘങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.